ഞാൻ ഇന്ന് 2 റീല് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഒരാള് കമന്റ് ഇട്ടത് അരുണിന്റെ പാന്റ് ആണെന്ന്. ആണോ അരുണേ? അരുൺ എപ്പോഴാണ് പെണ്ണുങ്ങളെ വേണ്ടിടൽ ഒടുങ്ങിയെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. അപ്പൊ അതും ലൂസ് ഫിറ്റ് ബൂട്ട് കട്ടാ ബൂട്ട് കട്ടോ അല്ലെ ഇങ്ങനത്തെ മറ്റേത് എന്തത് സ്കിൻ ഫിറ്റ്. അവൻ അതല്ലാതെ വേറെ യൂസ് ചെയ്യൂല. എന്നാലും അവന്റെ അരുണെ വെച്ച് പെണ്ണുങ്ങളെയൊക്കെ ട്രൗസർ കൊടുക്കുന്നതായിട്ട് നമ്മൾ അറിഞ്ഞു. ചേടാ അമ്മായിക്ക് പുതിയൊരു വീഡിയോ ഇടാനൊരു അവസരമായി. ആടെ ഇത് റേഷൻ പീടിയ പിന്നെ കൊണ്ടുവന്ന ചാക്കുണ്ടല്ലോ, അതേപോലത്തെ പാന്റ് ഇടുന്നത് കാണാം. ഞങ്ങള് കുറ്റിയാടി ചുരം എടുക്കൊണ്ടിരിക്കാൻ നല്ല കോടയാ മക്കളെ. അടുത്തുമൊക്കെ ഇവിടെ പോകും. ഞാനും കോടയും തമ്മിൽ ഒപ്പം തോന്നുന്നില്ല. എന്റെ മോന് സ്ലൂം പറഞ്ഞൊരു പോക്ക് പോയി. ഞാൻ വിചാരിച്ചു ഇവൻ അങ്ങ് വെള്ളത്തിൽ പോയി ഞാൻ എന്താക്കി കഴിഞ്ഞു. അത് മറ്റോല പണിയാ. ഓനെ തള്ളിട്ട് ഓല അങ്ങ് പോയാലല്ലേ എനിക്ക് വീഡിയോ എടുക്കാം. വേറൊരു കൂട്ടർ വന്നിട്ടുണ്ടായിരുന്നേ. എന്താന്നറിയില്ല, ഒന്ന് പറഞ്ഞു കൊടുക്കരുണേ അവരെന്തിനാ വന്നതെന്ന്. അതെന്തിനാ വന്നതെന്ന്. അപ്പൊ സെലിബ്രിറ്റി ആയതുകൊണ്ട് എന്നോട് 1-2 ആൾക്കാർ ഇന്റർവ്യൂ ചോദിച്ചേ. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു അരുണ്? നിങ്ങൾ നിർബന്ധിച്ചത് കൊണ്ട് മാത്രം ഞാൻ തരാം. കാരണം ഞാൻ അത്ര സെലിബ്രിറ്റി ഒന്നും അല്ല. പക്ഷെ ഞാൻ എങ്ങനെയാ വന്നത്? ഞാൻ വണ്ടി ഓടിച്ചിട്ടല്ലേ വന്ന്. ഒന്ന് കൂടുതൽ വണ്ടി ഓടിക്കുന്ന പോലെ സെലിബ്രിറ്റി അല്ലേ? അല്ലേ? ഒരു 2 വീലർ. ഇത് കോടയാ അല്ലെ തീയിട്ടതോ? ഒരാളിപ്പം 2 വീലറും 4 വീലറും ലൈസൻസ് എടുത്ത ആള് സെലിബ്രിറ്റി തന്നെയാണ്. ഞങ്ങൾ സമ്മതിച്ചു. എല്ലാവരും നീ സമ്മതിച്ചോ? 3 വീലർ ആയാലും 4 വീലർ ആയാലും ഹെവി വെഹിക്കിൾ ആയാലും ലൈസൻസ്. പാവം ഇന്നൊരു KSRTC കാരന്റെ സാലറിന്ന് കുറച്ച് പൈസ പോകും. എന്താ വെച്ചാല് ആ വളവ് തിരിയുന്ന സമയത്ത് ബമ്പർ മക്കളെ ചതങ്ങി അങ്ങ് പോയി. കണ്ടിട്ട് സങ്കടമാകുക. അയാൾ നിർത്താനോ നോക്കാനോ ഒന്നും പോയില്ല. എന്ത് ഇത് ബമ്പറല്ലേ? കോട ഉണ്ടല്ലേ, മുകളിലൊക്കെ കോട ഉണ്ട്. പോയി നോക്കട്ടെ എന്തോ അവസ്ഥ. അപ്പൊ അങ്ങനെയാണ്. ടാറ്റാ ബബായ്. ബബായ് പറ. ബൈ.